ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് എൻ്റെ വീട്ടിലുള്ള അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രീതിയിലുള്ള സ്റ്റെമ്മും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഇന്ന് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ പ്രൂണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിന് മുന്നേ ഒന്ന് സാനിറ്റൈസ് ചെയ്യണേ. നിങ്ങൾക്കിപ്പോൾ ഈ പെട്ടെന്ന് ഈ സാനിറ്റൈസർ ഒഴിക്കുന്ന കണ്ടപ്പോൾ ആരെങ്കിലും ഓർമ്മ വന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാനിറ്റൈസറിൻ്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ. ഇപ്പോൾ ഇനി നമുക്കിത് പ്രൂൺ ചെയ്യാം. അപ്പോൾ അതെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ള തണ്ടാണ്. ഇവിടെ വെച്ച് ഞാൻ മുന്നേ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സ്റ്റെം ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് പ്രൂൺ ചെയ്യാനായിട്ട് ബെറ്റർ പ്ലേസ് എന്ന് പറയുന്നത് അതേ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്ന് പ്രൂൺ ചെയ്യുവാണ്. എപ്പോഴും പ്രൂൺ ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് പ്രൂൺ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മഴവെള്ളം ഡയറക്റ്റായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കില്ല. ഇനി അടുത്തത് ഇതേ ഇതൊരെണ്ണമാണുള്ളത്. അപ്പോൾ നമുക്കൊരു 2 സ്റ്റെമ്മാക്കി നിർത്തത്തക്ക രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2 നിന്ന് അടുത്ത ബ്രാഞ്ചസ് വരും. അപ്പോൾ ഇത് ഒന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രൂൺ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാഫാണ് കേട്ടോ. ഒരു ഫംഗിസൈഡാണ് സാഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബെറ്ററായിട്ടും ഇതിന് അഡീനിയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിന് പകരം നമുക്ക് മെഴുകുതിരി ഒരുക്കി ഈ ഒരു ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും ചെയ്യാം. സോ എൻ്റെ കയ്യിൽ സാഫ് ഉള്ളതുകൊണ്ട് ഞാൻ ആ സാഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് കൈകൊണ്ട് നമ്മൾ ഒരിക്കലും തുടരുത് കേട്ടോ. ഇത് ചെറിയൊരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ചെറിയ ചകിരിയുടെ ഒരു പീസ് വെച്ചോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം. കാരണം മഴക്കാലത്ത് നമ്മളങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ അതൊരിച്ചിരി റിസ്ക്കാണ്. പിന്നെ ഇത് ഇനി വെച്ചേക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് അധികം മഴ ഉള്ളതൊന്നും വീഴാത്ത സ്ഥലത്തായിരിക്കണം. കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അടുത്ത പ്ലാന്റ് സെറ്റായി വരും കേട്ടോ. അതിന് കുറച്ച് ലീഫൊക്കെ ഒന്ന് മുറിച്ച് കളയുക. ഞാനിപ്പോൾ ഈ കാണിച്ച പ്ലാന്റ് അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ശിഖരം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കോഡക്സ്, ആ ഒരു വേരിൻ്റെ ഉരുണ്ട ഭാഗം ഉണ്ടല്ലോ, അത്രയും കനത്തിൽ വരത്തില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഈ പ്ലാന്റ് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായ പ്ലാന്റാണ്. ഞാനിപ്പോൾ പ്രൂൺ ചെയ്യാനായിട്ട് കാണിച്ചത്. കുറച്ച് ലീഫൊക്കെ ഒന്ന് മുറിച്ച് കളയുക. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും നമ്മുടെ ഫംഗിസൈഡ് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുറിവ് പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം മഴ സമയം ആയതുകൊണ്ടാണ് അഡീനിയൊക്കെ ഹൈലി റിസ്ക്കാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും പ്രൂൺ ചെയ്യുന്നതും ഒക്കെ. ഇനി ഇത് ഞാൻ കുഴിച്ച് വയ്ക്കാൻ പോവുകയാണ്. മണലിലാണ് വെക്കുന്നത്. ഇത് നമ്മൾ ചെറിയൊരു ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് വേണം ഈ ചെടി അങ്ങോട്ടേക്ക് വെക്കാനായിട്ട്. ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കുക. എന്നിട്ട് ഈ ചെടി ഇങ്ങനെ വെച്ചു. ഇത് എൻ്റെ 40 വർഷം പഴക്കമുള്ള അഡീനിയാണ് കേട്ടോ. ഇതിൽ നിന്ന് പ്രൂൺ ചെയ്ത് എടുക്കുന്ന കൊമ്പുകളാണ് ഒരുപാട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റുകളൊക്കെ ആക്കിയെടുത്തിട്ടുള്ളത്.